എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക ചമ്മന്തി എങ്ങനെ പാചകം ചെയ്യാമെന്ന് കാണാൻ പോകുന്നു. അതുകൊണ്ട് മിസ് ചെയ്യരുത്. ഇനി വെണ്ടയ്ക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതല്ലേ? അപ്പോൾ ഇപ്പൊ നോക്കാം. രക്തശുദ്ധീകരണത്തിനും തലച്ചോറിനും വയറിനും വെണ്ടയ്ക്ക നല്ലതാണ്. വെണ്ടയ്ക്ക ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നു. ആദ്യം നമുക്ക് 5 വെണ്ടയ്ക്ക, 1 ചെറിയ നാരങ്ങ വലുപ്പമുള്ള പുളി, ചെറിയ വെളുത്തുള്ളി, ഇഞ്ചി കഷ്ണങ്ങൾ, 1 കപ്പ് തേങ്ങ തുരുവിയത്, ഉപ്പ് എന്നിവ ആവശ്യമാണ്. ഇനി 5 വെണ്ടയ്ക്കയും 1 കപ്പ് തേങ്ങ തുരുവിയതും അരയ്ക്കുക. ഇത് മറക്കരുത്, വെള്ളം ചേർക്കാതെ അരയ്ക്കുക. വെള്ളം ചേർത്താൽ പേസ്റ്റ് പോലെയാകും. ഈ വെണ്ടയ്ക്കയും തേങ്ങയും അരച്ച മിശ്രിതത്തോടൊപ്പം കുറച്ച് പുളി, വെളുത്തുള്ളി, ഇഞ്ചി കഷ്ണങ്ങൾ എന്നിവ ചേർക്കാം. വീണ്ടും വെള്ളം ചേർക്കരുതെന്ന് പറയുന്നു. വെണ്ടയ്ക്കയുടെ രുചി സന്തുലിതമാക്കാൻ ഈ ചമ്മന്തിക്ക് കുറച്ച് എരിവ് കൂടി വേണം. ഇവിടെ ഞാൻ മുളക് ചേർക്കാൻ മറന്നു. അതിനാൽ ഈ ചമ്മന്തിയുടെ കൂടെ 3 പച്ചമുളക് പൊടിച്ചത് ചേർക്കുക. ആവശ്യമെങ്കിൽ കടുക്, വെളിച്ചെണ്ണ എന്നിവ ചേർക്കാം. പിന്നെ മറക്കണ്ട, നമ്മൾ വറുക്കാതെ അത്രയും പച്ചക്ക് ചേർത്തതാണ്. അപ്പൊ എന്റെ പ്രേക്ഷകരെ, ഈ പാചകക്കുറിപ്പ് എങ്ങനെയുണ്ട്? ഇന്ന് തന്നെ ഇത് പരീക്ഷിച്ചു നോക്കാൻ മറക്കരുത്. അച്ചാറും മീനും കൂട്ടി കഴിക്കാൻ ഇത് കൂടുതൽ രുചികരമാണ്. ശരി കൂട്ടുകാരെ, ബൈ. വരൂ കൂട്ടുകാരെ, ഇന്ന് പുതിയ തരം അച്ചാർ കാണാൻ പോവാണ്. ഞാൻ എന്താ പാചകം ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഊഹിക്കാമോ? നമ്മൾ സോയാ ചങ്ക്സ് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നു. ഇത് ചിക്കൻ അച്ചാർ പോലെ രുചികരവും കഴിക്കാൻ മൃദുവുമായിരിക്കും. അതിനാൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. മിയാമിയിലെ ഒരു ഹോട്ടൽ ഷോയിലെ ഫുഡ് ട്രക്കിൽ വെച്ചാണ് ഞാൻ ഇത് ആദ്യം കഴിച്ചത്. ഇനി ആവശ്യമായ എല്ലാ ചേരുവകളും നോക്കാം. 80-100 ഗ്രാം സോയാ ചങ്ക്സ് പോക്കറ്റിൽ 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ കടുക്, 2 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ കായംപൊടി, 50 ഗ്രാം മുളക് പൊടി, 100 മില്ലി എള്ളെണ്ണ, 50 മില്ലി നാരങ്ങാനീര്. ഇനി പാചകം നോക്കാം. ആദ്യം സോയാ ചങ്ക്സ് തിളപ്പിച്ച് ശുദ്ധജലത്തിൽ വീണ്ടും വീണ്ടും കഴുകുക. തിളപ്പിക്കുമ്പോൾ ഉപ്പ് ചേർക്കേണ്ടതില്ല. ഇനി നമുക്ക് എല്ലാ ചേരുവകളും ചേർത്ത് കോപ്പ പാത്രത്തിൽ എണ്ണ ചെറുതായി തിളപ്പിക്കാം. എണ്ണയിൽ ബ്രൗൺ നിറമാവുന്നതുവരെ കുറച്ചു നേരം വറുക്കുക. പിന്നെ 50 ഗ്രാം മുളക് പൊടിയും 1/2 സ്പൂൺ അസഫോട്ടിയുടെ പൊടിയും ചേർക്കുക. അവസാനം വേവിച്ച സോയ കഷ്ണങ്ങൾ ചേർക്കുക. ഇനി എല്ലാം കുറഞ്ഞ തീയിൽ നന്നായി ഇളകുന്നത് വരെ വഴറ്റുക. കുറച്ച് സമയത്തിന് ശേഷം മിശ്രിതം കട്ടിയുള്ളതും തവിട്ട് നിറവുമാകും. ആവശ്യമെങ്കിൽ കുറച്ചുകൂടി എണ്ണ ചേർക്കാം. ഇനി ഈ അരച്ച വെള്ളം ഒരു പാത്രത്തിൽ ഫിൽട്ടർ ചെയ്യുക. കുറച്ച് ഐസ്, അതിൻ്റെ രുചി ആസ്വദിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് രഹസ്യം പറയാൻ മറക്കരുത്. വീട്ടിൽ രുചികരമായ ഇളം തേങ്ങാവെള്ളം എങ്ങനെ ഉണ്ടാക്കാം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? എങ്കിൽ നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തേങ്ങാവെള്ളം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ്. ഈ ഇളം തേങ്ങാവെള്ളം ദൈനംദിന പോഷകാഹാരത്തിന് നല്ലതാണ്. ഇതിൽ ഇലക്ട്രോലൈറ്റുകളും വൃക്കയിലെ കല്ല് തടയലും ഊർജ്ജസ്വലമായ ഉന്മേഷവും ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ ആളുകൾക്ക് തോന്നാം, ശ്വേത ചേച്ചി തന്റെ വീഡിയോ റീച്ചിനായി നമ്മളെ കളിയാക്കുവാണെന്ന്. അല്ല, ഇത് സത്യമാണ്. ഇത് രുചികരമായിരിക്കും. ഇനി എല്ലാ ചേരുവകളും ഓരോന്നായി നോക്കാം. പ്രധാനമായും നമുക്കൊരു ഇളം തേങ്ങ വേണം. ഓ, തമാശ പറഞ്ഞതാ. കുറച്ച് തേങ്ങ കഷ്ണങ്ങൾ വേണം. പിന്നെ നമുക്ക് 300 മില്ലി ശുദ്ധജലം, 1 നുള്ളു ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാര, 1 നുള്ളു ഫിസി സോഡാപ്പൊടി, ഒടുവിൽ മില്ലി വെളിച്ചെണ്ണ എന്നിവ ആവശ്യമാണ്. ഇനി 300 മില്ലി ശുദ്ധജലം, ചെറിയ കഷ്ണങ്ങൾ തേങ്ങ, ഉപ്പ്, പഞ്ചസാര, സോഡാപ്പൊടി, ചെറിയ വെളിച്ചെണ്ണ എല്ലാം മിക്സി ജാറിൽ അരയ്ക്കുക. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആരോഗ്യകരവും ആന്റി ഓക്സിഡന്റ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതുമായ ഒരു പാനീയമാണ്. ഓട്സും പാലും ചേർത്ത് 1 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. എന്താ കൂട്ടുകാരെ, പ്രതീക്ഷകളോടെ നോക്കുന്നു. കൂടുതൽ വിശദാംശങ്ങളില്ലാതെ വീഡിയോ ഷോർട്സ് വളരെ ചെറുതായിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചിലർ എന്നോട് ചോദിക്കുന്നു. നമ്മുടെ അടുക്കള മഹാറാണിമാർക്ക് ഒരു പാചകക്കുറിപ്പ് ഉണ്ടാക്കാൻ ഒരു വരി പോരെ? എന്നിട്ട് 1 മിനിറ്റിനുള്ളിൽ എല്ലാം പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആവശ്യമായ ചേരുവകൾ 20 ഗ്രാം ഓട്സ്, 2 കപ്പ് പാൽ, 1/2 സ്പൂൺ മഞ്ഞൾ, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ നാടൻ ശർക്കര, അരിഞ്ഞ ഇഞ്ചി എന്നിവയാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഓട്സ്, പാൽ, മഞ്ഞൾ, കുരുമുളക് പൊടി, പഞ്ചസാര, ഇഞ്ചി എന്നിവ മിക്സിയിൽ പൊടിക്കുക. ആവശ്യമെങ്കിൽ കറുവപ്പട്ടപ്പൊടി ചേർക്കുക. ഈ ഓട്സ് പാൽ നമ്മുടെ വയറിന് വളരെ നല്ലതാണ്. വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കും. കൂടാതെ ഉയർന്ന ആന്റി ഓക്സിഡന്റുകളും ഫൈബർ, പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു. അപ്പൊ കൂട്ടുകാരെ, ഈ ഓട്സ് പാൽ ഉണ്ടാക്കാൻ എളുപ്പമല്ലേ? ഇന്ന് തന്നെ ഇത് പരീക്ഷിച്ചു നോക്കൂ. രാവിലെയും രാത്രിയും കുടിക്കൂ.